വളരെ സിമ്പിളായിട്ടേ നല്ല കുറാ ഗ്രേവിയിലൊക്കെ ഇരിക്കുന്ന ഒരു കുക്കറിൽ ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറി നോക്കല്ലേ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഉണ്ടല്ലോ, ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം പട്ട, ഒരു ചെറിയ പീസ് തക്കോലം, 2 കരയാമ്പൂ, ഒരു ഏലക്ക, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു മീഡിയം സൈസ് തക്കാളിയും, ഒരു 5-6 കാഷ്യൂനട്ടും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണവരെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിന് ചൂടാറി കഴിയുമ്പോൾ കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് നല്ല മഷി പോലെ അടിച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ചോ. ഇനി വേണം നമ്മളുടെ കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കാനായിട്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാളയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൊണ്ട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ടേ ഈ മസാലൻ്റെ പച്ചച്ചുവയൊക്കെ വേഗം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ല വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം അങ്ങോട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം കേട്ടോ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3/4 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ പുറകെ തന്നെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം അതും ഒഴിച്ചോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്തിട്ടേ നമ്മുടെ കുക്കർ അടച്ച് വെച്ചിട്ട് ചിക്കൻ്റെ വലിപ്പം നോക്കിയിട്ട് 1, 2, 3 വിസിലിന് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തോളൂ കേട്ടോ. ഇനി നമ്മളെ കറിയെ ഇച്ചിരി വിസ്താരത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാനിലോട്ട് മാറ്റിയിരിക്കണേ, അല്ലെങ്കിൽ ആ കുക്കറിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലേ പുതിനയോടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. ഈ പുതിനേൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ മല്ലിയില മാത്രം മതിയേ.